നമ്മൾ നോക്കാൻ പോണത് 2026 പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ആശ്രിത സഹായ ധന പദ്ധതി ഏതാണ്? രക്ഷാകവചം പദ്ധതി. രക്ഷാകവചം പദ്ധതി. അടുത്തത്, ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആരാണ്? അയത്തുള്ള അലി ഖമനി. അടുത്ത ക്വസ്റ്റ്യൻ, 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയ ടീം ആരാണ്? ജമ്മു കാശ്മീർ. അന്താരാഷ്ട്ര ഛിന്നഗ്രഹ ബോധവൽക്കരണ ഗ്രഹ സംരക്ഷണ വർഷമായി UN ആചരിക്കാൻ തീരുമാനിച്ച വർഷമാണ് 2029. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് എക്കോണമി. ഫോറസ്റ്റ് ആൻഡ് എക്കോണമി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് താരിഖ് റഹ്മാൻ. താരിഖ് റഹ്മാൻ. 2026 ദേശീയ വോട്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം മൈ ഇന്ത്യ മൈ വോട്ട്. എന്താണ്? മൈ ഇന്ത്യ മൈ വോട്ട്. ജാനുവരി 25 വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തായിരുന്നു പ്രമേയം? മൈ ഇന്ത്യ മൈ വോട്ട്. അടുത്തത്, 2026 G7 ഉച്ചകോടിയുടെ വേദി. 2026 G7 ഉച്ചകോടിയുടെ വേദി എവിയാൻ ലെസ് ബെയിൻസ് ആണ്. ഫ്രാൻസിലുള്ള ഒരു സ്ഥലമാണ് എവിയാൻ ലെസ് ബെയിൻസ്. 2026 ജാനുവരി മാസം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയ രാജ്യം ഏതാണ്? US ആണ് കേട്ടോ. US. അരി ഉൽപാദനത്തിൽ ചൈനയെ മറികടന്ന 1ാം സ്ഥാനത്തെത്തിയ രാജ്യമാണ് ആരാണ്? നമ്മുടെ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ പ്രതിമാസ പ്രീമിയം എത്രയാണ്? 687 രൂപയാണ്. 687 രൂപ. ഗോവയിൽ അടുത്തിടെ രൂപീകരിച്ച 3ാമത്തെ ജില്ലയുടെ പേരാണ് കുശാവതി. കുശാവതി. ഗോവയിൽ അടുത്തിടെ രൂപീകരിച്ച 3ാമത്തെ ജില്ലയുടെ പേരാണ് കുശാവതി. അടുത്തത്, 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രമേയം എല്ലാവർക്കും AI, എല്ലാവർക്കും ശോഭനമായ ഭാവി. 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രമേയമാണ് എല്ലാവർക്കും AI, എല്ലാവർക്കും ശോഭന ഭാവി. ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിൻ ഏത്? ഇൻസുലിൻ ഏതാണ്? അഫ്രസയാണ് കേട്ടോ. അഫ്രസ. അടുത്തത്, 2026 ജാനുവരി മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി കേരള സർക്കാർ നിയമിച്ചത് ബാബു മാത്യു പി ജോസഫ്. ആരാണ്? ബാബു മാത്യു പി ജോസഫ്. കേരളത്തിൽ 40ാം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. ജസ്റ്റിസ് സൗമൻ സെൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ 40ാം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. ഓക്കെ. അടുത്തത്, ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനം ലഭിച്ചതാർക്ക്? ആർക്കാണ്? ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. ഡൊണാൾഡ് ട്രംപ്. അടുത്തത്, വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പ് പദ്ധതി ഏതാണ്? പദ്ധതി മധുവനം. മധുവനം. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പ് പദ്ധതിയാണ് ലഘുവനം. ന്യൂയോർക്ക് സിറ്റിയുടെ 112